അങ്ങനെ ഗ്രീസിലെത്തി എൻ്റെ ആദ്യത്തെ ദിവസമാണ്. ഞാനിപ്പോൾ ഉള്ളത് ഏഥൻസിലാണ്. ഇന്ന് കുറച്ച് പണിയുള്ള ദിവസമാണ്. യാത്ര ധാരാളം ഉണ്ട്. ഞാൻ കാണാൻ പോകുന്നത് രോഗപ്രശസ്തമായിട്ടുള്ള ഏഥൻസിലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മീറ്റിയോറ നാച്ചുറൽ സ്റ്റോൺ ഫോർമേഷനും ആ സ്റ്റോൺസിന്റെ, അതായത് ആ വലിയ പർവ്വതങ്ങളുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മൊണാസ്ട്രികളുമാണ്. അതിന് ഇവിടെ നിന്ന് 5 മണിക്കൂർ ബസ്സിൽ യാത്ര വേണം. എന്നാൽ ആ ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ആദ്യം മെട്രോ പിടിക്കണം. അപ്പോൾ എനിക്ക് ഈ സ്ഥലമൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇറങ്ങി. എന്തായാലും മെട്രോന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തു, മെട്രോയിൽ കയറി. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എന്ന് പറയുന്നത് ലാരിസിസ് എന്ന് പറയുന്ന സ്റ്റേഷനാണ്. 2 സ്റ്റേഷനേ ഉള്ളൂ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. ഒമൈഗോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. യെസ്, ലാരിസിസ് സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് എൻ്റെ ബസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. കയ്യിൽ എൻ്റെ പേപ്പറൊക്കെ ഉണ്ട്, കാരണം അതിന്റെ ലാൻഡ്മാർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തന്നിരുന്നു. ഇതാണ് എൻ്റെ ബസ്. അവിടെ ധാരാളം ബസ്സുകളുണ്ട്, പക്ഷേ വിസിറ്റ് മീറ്റിയോറ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഈ ബസ്സിലാണ് നമ്മൾ 5 മണിക്കൂറോളം ഏഥൻസിൽ നിന്ന് കലബാക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. ആ പോകുന്ന വഴി നല്ല അടിപൊളി വഴിയായിരുന്നു കേട്ടോ. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഇങ്ങനെ നല്ല നീല കളറിലുള്ള മേഘങ്ങളും അതുപോലെ തന്നെ കടും നീല കളറിലുള്ള തടാകമല്ല ആക്ച്വലി, ഇത് ഓഷ്യന്റെ ഭാഗമാണെന്നാണ് അവർ പറഞ്ഞത്. എന്താണെങ്കിലും നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. ഇതിന്റെ ഓരത്തുള്ള ഒരു കഫറ്റേരിയയിലാണ് അവർ ഞങ്ങൾക്ക് ഒരു 15-20 മിനിറ്റ് ബ്രേക്ക് തന്നു. നമുക്ക് ടോയ്ലറ്റ് പോകാനും വേണമെങ്കിൽ ഒരു കോഫി കുടിക്കാനും ഒക്കെ. ഞാൻ ആക്ച്വലി കോഫി കുടിക്കുന്നതിന് മുമ്പ് അവിടെ ഒന്ന് കിടന്ന് പരതി, കാരണം അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. മാക്സിമം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ അതിലാണല്ലോ നമ്മുടെ താല്പര്യം. നോക്കിയൊക്കെ എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ അറ്റത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു തടാകാന്നാ, പക്ഷെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഓഷ്യന്റെ, സമുദ്രത്തിന്റെ ഒരു ഭാഗമാണെന്നാ പറഞ്ഞത്. അതിന്റെ ഇത്ര ഓരത്തിരുന്നിട്ട് നമുക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ കുറച്ചു നേരമൊക്കെ നടന്നു, അതിന്റെ നല്ല ഭംഗിയുള്ള വീഡിയോസ് ഒക്കെ എടുത്തു. അവിടെ ആ ഒരു സാൻഡിന്റെ കളർ കറുപ്പ് കളറാട്ടോ, നമ്മുടെ നാട്ടിലെ ഒരു സാൻഡ് കളർ അല്ല. പക്ഷേ വെള്ളമാണെങ്കിൽ ഇങ്ങനെ കടും നീല, പച്ചയും നീലയും കലർന്ന ഒരു കളറുമായിരുന്നു. നല്ല ഭംഗിയുള്ള വളരെ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചായയും കാപ്പിയും കുടിക്കലായിരുന്നു. ഞാൻ എൻ്റെ പതിവ് പരിപാടികൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തായാലും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാമിനോ എന്ന് പറയുന്ന ഒരു കഫറ്റേരിയയിലാണ്. നിങ്ങൾക്ക് അവിടെ ക്രിസ്മസിന്റെ അലങ്കാരങ്ങളൊക്കെ കാണാൻ പറ്റും, കാരണം ഡിസംബർ ആയല്ലോ. അപ്പൊ അതുകൊണ്ട് ക്രിസ്മസ് പരിപാടികളൊക്കെ അവരവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ക്യുക്ക് കോഫി കുടിച്ചു. ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മെറ്റിയോറ ദൂരെ നിന്ന് കാണാൻ പറ്റി. ഇനി എൻ്റെ യാത്ര ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി എനിക്ക് പ്രൈവറ്റ് ടൂറാണ്. എൻ്റെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ദിമിത്രിസ് ആണ് എൻ്റെ ടൂർ ഗൈഡ് കം ഡ്രൈവർ. വളരെ അടിപൊളി ഒരു മനുഷ്യനാട്ടോ, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഇനി ദിമിത്രിസിന്റെ കൂടെയാണ് എൻ്റെ മുന്നോട്ടുള്ള ഈ ദിവസത്തെ യാത്ര. ദിമിത്രിസ് പറയായിരുന്നു ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഞങ്ങളിപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ കലബാക്ക. ലുക്ക് അറ്റ് ദ കാസിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. നോക്കി, ഒരു ഗ്രാമം. ദിമിത്രിസ് പറയായിരുന്നു ആകെ 10,000 പേര് മാത്രമാണ് ഇവിടുത്തെ ജനവാസം. ഇത്രയും ഇത് കണ്ടോ, ഈ ഗ്രാമത്തിൽ ആകെ 10,000 പേരെ താമസിക്കുന്നുള്ളൂ. പക്ഷെ അടുത്തടുത്തടുത്ത് വളരെ ക്രൗഡഡ് ആണ്. ഒരു കുഞ്ഞു ഗ്രാമം. ഇതിന്റെ അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നതാണ് ഈ മിറ്റിയോറ എന്ന് പറയുന്ന ഈ സ്റ്റോൺ ഫോർമേഷൻസ്. ഇതിന്റെ മുകളിൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സംഭവമില്ലേ, അതിന്റെ മുകളിൽ ഒരു മൊണാസ്ട്രി ഉണ്ട്. അവിടെ വെച്ചിട്ട് ജെയിംസ് ബോണ്ട് മൂവി, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ മൂവി? ഫോർ യുവർ ഐസ് ഓൺലി. 1981 റിലീസായ ജെയിംസ് ബോണ്ട് മൂവി അവര് ചിത്രീകരിച്ചത് ഈ ഒരു മൊണാസ്ട്രിയിലാണത്രേ. ഇതിന്റെ അപ്പുറത്ത് വേറൊരു മൊണാസ്ട്രി അവിടെയുണ്ട്. ഇങ്ങോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുന്ന് അതിന്റെ താഴ്വാരത്തുനിന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത്രയും മുകളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ നമ്മുടെ യാത്ര തുടങ്ങിയാലോ? അങ്ങനെ ലോകപ്രശസ്തമായിട്ടുള്ള മീറ്റിയോറുകളും ആ സ്റ്റോൺ ഫോർമേഷൻസിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മൊണാസ്ട്രികളും കാണാനുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങാണ്. ഓൺ ദ വേ ഞാൻ ഒന്ന് ദിമിത്രിസിനോട് ഇവിടെ നിർത്താൻ പറഞ്ഞു, കാരണം അത്ര മനോഹരായിരുന്നു. ഞാൻ മീറ്റിയോർ എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും അതെന്താണെന്നും എങ്ങനെ ഉണ്ടായി എന്നും പറഞ്ഞില്ലല്ലോ. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ ഭൂമി ഈ വൻകരലുകളും ഭൂഖണ്ഡങ്ങളും കടലും ഒക്കെ ഉണ്ടായത് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഭൗതിക വ്യതിയാനങ്ങൾക്ക് ഫലമായിട്ടാണ് എന്ന് നമുക്കറിയാം അല്ലെ. എത്രയോ വിസ്ഫോടനങ്ങളും അതുപോലെ തന്നെ ഭൂചലനങ്ങളും ഒക്കെ ഉണ്ടായിട്ടാണ് നമ്മുടെ ഭൂമി ഇപ്പൊ കാണുന്ന ഈ ഒരു പരുവത്തിലേക്ക് എത്തിയത്. നോക്കൂ, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന പ്രദേശം, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പ്രദേശം കടലിന് അടിയിലായിരുന്നത്രേ. പക്ഷെ പല ഭൂചലനങ്ങളുടെ ഫലമായിട്ട് ഇത് കാലക്രമേണ ഈ പറയുന്ന സ്റ്റോൺ ഫോർമേഷൻസ്, മീറ്റിയോർ എന്ന് പറയുന്ന ഈ സ്റ്റോൺ കല്ലിന്റെ ഫോർമേഷൻസ് ഇത് കടലിന് മുകളിലേക്ക് പൊന്തി വന്നു. അങ്ങനെയാണ് ഈ ഭൂപ്രദേശം ഉണ്ടായത്. അങ്ങനെ ഈ പറയുന്ന മീറ്റിയോറുകളുടെ കല്ലുകളുടെ മുകളിലായിട്ട് ക്രിസ്ത്യൻസിന്റെ, പ്രത്യേകിച്ച് ഓർത്തഡോക്സും അതുപോലെ തന്നെ കാത്തലിക്സിന്റെയും പലതരത്തിലുള്ള മൊണാസ്ട്രികൾ
വന്നു എന്നാണ് പറയുന്നത്. ബാക്കി കഥ ഞാൻ പതുക്കെ പറയാം. ഇവരെ ഒന്ന് കാണിക്കട്ടെ. ഓൺ ദ വേ ഞാൻ കണ്ട ക്യൂട്ടീസ് ആണ് ഇവര്. എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ നായകളെ ഭയങ്കര ഇഷ്ടമാണ്. ഇയാളുടെ പേര് മക്സ് എന്നാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരുടെ അമ്മയാണെന്നാണ്. പക്ഷെ അമ്മയല്ല, അച്ഛനാണ്. പക്ഷെ എന്തൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു എന്ന് അറിയോ. എന്റെ അമ്മേ, 2 അല്ല 3 പപ്പീസ് ഉണ്ട്. ഒരാൾ പിന്നിലുണ്ട്. ആള് ഞങ്ങൾ അവിടെ നിന്നത് കാരണം വന്നില്ല. ഓൺ ദ വേ ഇവരെ കണ്ടപ്പോൾ ഒന്ന് നിർത്താതിരിക്കാൻ തോന്നിയില്ല. അപ്പൊ നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോ കാലക്രമേണ അങ്ങനെ ഈ പറയുന്ന സ്റ്റോൺ ഫോർമേഷൻസ്, അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം അങ്ങനെ ഉണ്ടായതാണ്. അതിന്റെ മുകളിൽ ഇതാണ് മൊണാസ്ട്രികൾ. ഇതിന്റെ ഉള്ളിലെല്ലാം ക്രിസ്ത്യൻ മോങ്സ്, അതായത് സന്യാസിമാർ താമസിക്കുന്നുണ്ട്. നമ്മുടെ കന്യാസ്ത്രീകളും അതുപോലെ തന്നെ പള്ളിയിലച്ചന്മാരും. അപ്പൊ അവര് പറയുന്നത് മോങ്സ് എന്നാണ്. അപ്പോ ഇതൊക്കെ ഈ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകളുടെ മുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ആകെ മൊത്തം 24 മൊണാസ്ട്രികൾ ഉണ്ടായിരുന്നത്രേ. പക്ഷെ ഇപ്പൊ 6 മാത്രമാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇപ്പതാ അതിലൊരു ഫംഗ്ഷൻ ചെയ്യുന്ന മൊണാസ്ട്രിയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഇനി വേറൊന്ന് ഞാൻ ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ പറയുന്ന 6 മൊണാസ്ട്രികളിൽ 3 മൊണാസ്ട്രിയിൽ ഞാൻ പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. ഓൺ ദ വേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. ആ മൊണാസ്ട്രികളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, മിറ്റിയോറകൾ കണ്ടോ, നിങ്ങൾ കാണുന്ന ആ സ്റ്റോൺ ഫോർമേഷൻസ്, നാച്ചുറൽ ആയിട്ടുണ്ടായ ആ സ്റ്റോൺ ഫോർമേഷൻസും അതിന്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ മൊണാസ്ട്രികളുടെയും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കാഴ്ച കാണുക എന്ന് പറയുന്നതിന് ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പോയത് 6 മൊണാസ്ട്രികൾ ഉണ്ട് പറഞ്ഞല്ലോ, ഈ മൊണാസ്ട്രിയിലാണ്, സെയിന്റ് നിക്കോളാസ് മൊണാസ്ട്രി. ഫസ്റ്റ് ഞാൻ പോയത് അവിടെയായിരുന്നു. നോക്കൂ, ഒരു വലിയ പാറക്കൂട്ടത്തിന്റെ മുകളിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ അവർ ഉണ്ടാക്കി എന്നുള്ളത് വലിയൊരു അത്ഭുതമാട്ടോ. ആക്ച്വലി ഇത് വളരെ മുകളിലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് കാറുകൾക്ക് പ്രവേശനമില്ല, കുറച്ച് നടക്കാണ്ടായിരുന്നു. കയറ്റമായതുകൊണ്ട് തന്നെ കിതച്ചാണ് ഞാൻ കയറിയത്. മുകളിലെത്തിയപ്പോഴേക്കും ഏകദേശം പട്ടി കിതയ്ക്കുന്ന പോലെ കിതയ്ക്കാൻ തുടങ്ങി. എന്തായാലും നടന്ന് ഞാൻ മുകളിൽ എത്തി കേട്ടോ. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ചാപ്പൽ ഉണ്ട്. എല്ലാ മൊണാസ്ട്രികളുടെ ഉള്ളിലും ചാപ്പൽ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ആ ഒരു എൻട്രൻസ് വരെ നമുക്ക് വീഡിയോസ് എടുക്കാം. നോക്കൂ, ആ ഒരു കൺസ്ട്രക്ഷൻ, ആ നിർമ്മിതി ഒന്ന് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് കയറാനുള്ള പടികളാണ്. ഞാൻ അങ്ങനെ മുകളിലൊക്കെ കയറി. ഇതാണ് ആ മുകളിൽ നിന്നുള്ള വ്യൂ. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഇതുവരെ മാത്രമേ നമുക്ക് ആക്ച്വലി ഫോട്ടോസും വീഡിയോസും അലൗഡ് ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ അടുത്തതായിട്ടുള്ള പോയിട്ടുള്ള വെർലാം എന്ന് പറയുന്ന അടുത്ത മൊണാസ്ട്രി കുറച്ചുകൂടി എനിക്ക് കാണിച്ചു തരാൻ പറ്റും. കുറച്ചും കൂടി അവിടെ വീഡിയോസും ഫോട്ടോസും കുറച്ചുകൂടി ലീനിയന്റ് ആയിരുന്നു, അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തതായിട്ട് പോയ വെർലാം എന്ന് പറയുന്ന മൊണാസ്ട്രി. ഇത് അവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് മൊണാസ്ട്രിയാണ്, അതായത് 2ാമത്തെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണ്. ഇത് ആദ്യത്തെ സെയിന്റ് നിക്കോളാസിനെക്കാട്ടും വളരെ വലുതായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മറ്റത് കുറച്ച് ചെറിയ മൊണാസ്ട്രി ആയിരുന്നു. അവിടെ ആകെ 3 മോങ്സ് ആണുള്ളത് അത്രേ. അവിടെ എനിക്ക് മോങ്സിനെ കാണാൻ പറ്റി കേട്ടോ. പക്ഷെ ഇവിടെ എനിക്ക് മോങ്കിനെ കാണാൻ പറ്റിയില്ല, സന്യാസിമാരെ കാണാൻ പറ്റിയില്ല. ഇവിടെ നൺസ്, അതായത് കന്യാസ്ത്രീകൾ താമസിക്കുന്ന മൊണാസ്ട്രി ഉണ്ട്. അതിന്റെ പേര് സെയിന്റ് ബാർബറ എന്നൊക്കെ പറയുന്ന, സെയിന്റ് സ്റ്റീഫൻ, സെയിന്റ് ബാർബറ എന്നുള്ളതൊക്കെ, അത് നൺസ് താമസിക്കുന്ന മൊണാസ്ട്രികളാണ്. അവിടെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഈ 2 പോയത്. അതിന്റെ ഉൾഭാഗം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നോക്കിയേ, ആ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ച് അലങ്കരിച്ച നല്ല രസമുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ വെർലാം എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ ഉൾഭാഗം. പിന്നെ എല്ലാ മൊണാസ്ട്രികളുടെ ആ ചാപ്പലിന്റെ ഉള്ളിലും ഭയങ്കരമായിട്ടുള്ളൊരു പീസ് ഉണ്ടായിരിക്കും, ഒരു ശാന്തത. പിന്നെ ആളുകളൊന്നും ബഹളമൊന്നും വെക്കില്ല. എല്ലായിടത്തും കാണുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ഫാമിലി ആയിട്ട് അവർ വന്ന്, ഇത് കണ്ടോ, ആ 2 വാവന്മാർ അവിടെ ക്യാൻഡിലൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാഴ്ച. അവിടെ കണ്ടൊരു മര കേട്ടോ. ഞാൻ ആക്ച്വലി വിചാരിച്ചത് എന്തോ ഒരു ആർട്ടിഫിഷ്യൽ ആണെന്നാ. പക്ഷെ ശരിക്കുള്ള മര, ഒറ്റ ഇല ഇല്ല, പക്ഷെ നിറച്ച് പഴങ്ങളാണ്. എന്ത് പഴാന്ന് മനസ്സിലായില്ല. നമ്മുടെ ഓറഞ്ചൊക്കെ പോലെ ഇരിക്കുന്ന ഒരു പഴം, പക്ഷെ ക്യൂട്ടായി തോന്നി. അങ്ങനെ എന്റെ യാത്ര ഇവിടെ കഴിയുകയാണ്. ഏതൻസിലെ ലോകപ്രശസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ മൊണാസ്ട്രികളും മീറ്റിയോറുകളും ലോകത്ത് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റാത്ത മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ 1ാമത്തെ ദിവസം ഇവിടെ കഴിയുകയാണ്.